പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ. പേരാമ്പ്ര, കോഴിക്കോട് പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാനും കൊച്ചും കൂടെ രാവിലെ ഇങ്ങനെ പറമ്പിക്കൂടെയൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഉണ്ട് ഒരു എന്താ പറയുക, കപ്പളം നിറച്ച് കപ്പളങ്ങാപ്പഴമൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതൊന്ന് പറിച്ചാലോ വിചാരിച്ചു. അപ്പോൾ അത്രയും കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവനെയും കൂട്ടി എന്താ പറയുക, കപ്പളങ്ങ പറിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അവന് വീഡിയോ പിടിക്കാനൊന്നും അത്ര വശമില്ല, എന്നാലും അവനെ കൊണ്ട് പറ്റുന്നതിലൊക്കെ അവൻ പിടിച്ചു തരാതൊക്കെ പറഞ്ഞ് അവനെയും കൂടെ ഞാൻ കൂട്ടിയതാണ് കേട്ടോ. അപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം ഇതാണ് ഞങ്ങളുടെ കപ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ആ കപ്പളത്തിൽ 2-3 പഴുത്തത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴുത്തുകൊണ്ടിരിക്കുന്നതുണ്ട്. അങ്ങനെ ഇത് ആദ്യം പറിച്ചൊക്കെ നല്ല വലിപ്പമുള്ള കപ്പളങ്ങയായിരുന്നു കേട്ടോ. ശരിക്കും ഒരാളുടെ കൈയുടെ നീളം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ഒരു ശരിക്കും കൈമുട്ടിൻ്റെ അവിടം വരെ ശരിക്കും ഉണ്ട് കേട്ടോ ഒരു കപ്പളങ്ങാപ്പഴം എന്ന് പറഞ്ഞാൽ. അപ്പം അതെന്ന് പറഞ്ഞാൽ 2 നേരം തിന്നാലും തീരില്ല, അതുപോലെയാണ്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കപ്പളങ്ങ അവിടെ കഴിച്ചത്. അതിൻ്റെ തടിക്കൊക്കെ ആണെങ്കിലും നല്ല വണ്ണമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കപ്പളങ്ങ നിൽക്കുന്നത്. അവിടെ ആദ്യം നട്ടിരുന്നതിന് കുറച്ച് കപ്പയൊക്കെ നട്ടിരുന്ന സ്ഥലമാണ്. പിന്നെ അത് ഏത്തവാഴ നട്ടു. അതിൻ്റെ സൈഡിലായിട്ടാണ്, വീടിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ആണ് ഈ കപ്പളം ഉള്ളത്. അപ്പോൾ അതിന് എന്താ പറയുക, അതിൻ്റെ ആ തടിക്കൊക്കെ നല്ല വണ്ണമാണ്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരുപാട് ഹൈറ്റിലൊന്നും അല്ല പോയേക്കുന്നത്. എന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഹൈറ്റ് ഉണ്ടാവും. കാരണം എനിക്കങ്ങനെ വലിയൊരു ഹൈറ്റുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് എനിക്കത് പറിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമോ എന്നറിയില്ല. അപ്പം ഞാനത് പറിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് അവനെയും കൂട്ടി ഇറങ്ങിയത് കേട്ടോ. അവനാണ് വീഡിയോ പിടിക്കുന്നത്, അതാണ് കറങ്ങിയും തിരിഞ്ഞും ഒക്കെ വരുന്നുണ്ട് ക്യാമറ. ഓക്കെ, അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. എന്തായാലും ഇത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചാലേ പറ്റൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് പറിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് എത്തുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. എന്നാലും ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഓക്കെ, കറക്റ്റായിട്ട് എനിക്ക് എത്തുന്നൊരു ഇതിലാണ് നിൽക്കുന്നത്. എന്നാൽ എന്താ പറയുക, ഒന്ന് ഏന്തി വരിഞ്ഞൊക്കെ നിന്നാൽ പറിച്ചെടുക്കാം എന്നൊരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറിക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു, മോനെ കറക്റ്റായിട്ട് പിടിച്ചോണം, നമ്മൾ പറിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് അവന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരെണ്ണം പറിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര എണ്ണം വീണം നോക്കിക്ക്. അതൊരു പ്രത്യേക തരം കേട്ടോ. സാധാരണ ഓരോ ഇങ്ങനെ കപ്പളത്തിന് ഓരോന്നായിട്ടല്ലേ കപ്പളങ്ങ ഉണ്ടാവുക. ഇതൊരു ശേഖരം പോലെ വന്നിട്ട് ഒരു തണ്ടേ തന്നെ 2-3 കപ്പളങ്ങയാണ്. അപ്പം ഞാൻ ഒരെണ്ണം പറിച്ചപ്പം ആ തണ്ടേ തന്നെ വേറെ 2 എണ്ണം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് പറിച്ചപ്പം അപ്പാടത് താഴോട്ട് ഉരുണ്ട് വീണിട്ടോ. എന്താവുന്നൊന്നും അറിയത്തില്ല. ഏതായാലും പച്ചയല്ല, പഴുക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇത് ശരിക്കുണ്ടല്ലോ, ശരിക്കും പഴുത്തിട്ട് നമ്മൾ പറിക്കുകയാണെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ. പിന്നെ ചെനച്ചത് പറിച്ച് ഇരുന്ന് കഴിയുമ്പോൾ 2 ദിവസം കഴിയണ്ടേ നമുക്കത് മുറിച്ച് തിന്നണമെങ്കിൽ. അപ്പോൾ ഒന്നും കൂടെ ഇരുന്ന് പഴുക്കുകയാണ്. അപ്പോൾ അത്ര മധുരം ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് ഫുള്ളായിട്ട് പഴുക്കുന്നോടം വരെ നമുക്കങ്ങനെ വെച്ചേക്കാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കിളികളും കക്കകളൊക്കെ കൊത്തിക്കൊണ്ട് വല്ല വവ്വാലൊക്കെ കടിച്ചാൽ പിന്നെ നമുക്കതിൻ്റെ ബാക്കി തിന്നാൻ പറ്റില്ല. വല്ല നിപ്പേ അതും ഇതൊക്കെ പിടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് വെച്ചേക്കാനും പറ്റില്ല. എന്നാൽ ഒരുവിധം പഴുത്ത് കഴിയുമ്പോഴാണ് പറിക്കുന്നത്. എന്നാലേ അത് നല്ല മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ചിലർക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പഴുക്കാത്തത് ഇങ്ങനെ കറുമുറ തിന്നാൻ ഇഷ്ടമുള്ളവരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ട് ഒരു കൂട്ടര്. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് പഴുത്തതാണ് ഇഷ്ടം. ഒരുപാട് പഴുത്തിങ്ങനെ അളിയാൻ ഇഷ്ടമില്ല. എന്നാൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ പാകത്തിന് ആണ് എനിക്കിഷ്ടം കേട്ടോ. പൊതുവെ അങ്ങനെയാണ്. അന്നല്ലേ നല്ല മധുരമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ചിലർക്ക് ഈ കറുമുറ തിന്നാൻ ഇങ്ങനെ ചെനച്ച കപ്പളങ്ങ തിന്നാനൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ളവരൊക്കെ തിന്നട്ടെ. ഏതായാലും ഞാൻ പറിച്ചപ്പം അങ്ങനെ എന്താ പറയുക, ചെനച്ചത് വീണിട്ടുണ്ട്, നല്ലപോലെ പഴുത്തതും പറിച്ചിട്ടുണ്ട്. അങ്ങനെ 3 കപ്പളങ്ങ മെയിനായിട്ട് പറിക്കാൻ ഉദ്ദേശിച്ചാണ് കയറിപ്പോയത്. അപ്പോൾ 2 എണ്ണം പറിച്ചു, ഇത് 3ാമത്തെയാണ് കേട്ടോ. 3 എണ്ണം അങ്ങനെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. 2 എണ്ണം വിചാരിക്കാത്ത പോലെ താഴെ വീണതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടെ ഞാൻ പറിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് ഒരെണ്ണം ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. എല്ലാത്തിലും ഉണ്ടാവില്ല ഒരു ചട്ടനും ചടകനും ഒക്കെ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് കൊണ്ടുവരണം. ഇച്ചിരി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കപ്പളങ്ങയുണ്ട്. എന്നാലും ഉള്ളൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആ കപ്പളങ്ങ എല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് വരികയാണ്. അപ്പം മോനാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇതുള്ളത്. അതായത് തൊഴുത്തുണ്ട്, അവിടെ പശുവിൻ്റെ തൊഴുത്തുണ്ട്. അതിൻ്റെ പുറകിൽ മിഷൻ വരെയുണ്ട്, റബ്ബർ ഷീറ്റ് അടിക്കുന്ന മിഷൻ വരെയുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പുറകിലാണ് നമ്മുടെ ഈ കപ്പളം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ പെറുക്കിക്കൊണ്ട് വന്നു. അപ്പോൾ പെറുക്കിക്കൊണ്ട് വരുന്നതെല്ലാം എൻ്റെ കൊച്ചാണ് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ട് വെക്കുകയാണ്. അപ്പം രാവിലത്തെ ഒരു സെക്ഷൻ മാങ്ങാപ്പഴം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മാവും മാങ്ങാപ്പഴം ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ
അപ്പോൾ പിന്നെയും വന്നത് മാങ്ങാപ്പഴം. നമുക്ക് എന്നെ കെട്ടിച്ച വീട്ടിൽ അങ്ങനെ മാങ്ങാപ്പഴമൊന്നുമില്ല. അപ്പം മാങ്ങാപ്പഴം തിന്നണമെങ്കിൽ സ്വന്തം വീട്ടിൽ വരണം, അല്ലെങ്കിൽ ഇവർ വരുമ്പോൾ ഒക്കെ കൊണ്ടുത്തരും. അങ്ങനെയൊക്കെയാണ് മാങ്ങാപ്പഴം ആണെങ്കിലും തിന്നൽ. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ തിന്നാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ചൂടിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ തിന്നുന്ന ശരീരത്തിനൊക്കെ നല്ല സുഖം, നല്ലൊരു തണുപ്പൊക്കെ കിട്ടും. അങ്ങനെ ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ജ്യൂസായിട്ടും ഫ്രൂട്ട്സ് ഡയറക്റ്റ് അങ്ങനെ നമുക്ക് കട്ട് ചെയ്തൊക്കെ കഴിക്കാമല്ലോ. അപ്പം ഞാനിതൊന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഈ പറിച്ചത് കൂടാതെ വേറെ ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ടായിരുന്നു, നല്ലതായിട്ട് പഴുത്തായിരുന്നു, പുറമൊക്കെ ഫുള്ള് മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നമ്മൾ പറിച്ചതിനേക്കാളും വലുതാട്ടോ. കണ്ട, എൻ്റെ കൈമുട്ടിൻ്റെ മുകളിലുണ്ട് ഈ കപ്പളങ്ങ. അപ്പം ഞാൻ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പറിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വന്ന ദിവസം ഒരു കപ്പളങ്ങ ഉണ്ടായിരുന്നു, അത് ഇതിലും വലുതായിരുന്നു കേട്ടോ. പക്ഷെ അതെനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു കാര്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ആരും കണ്ണ് വെക്കരുത് കേട്ടോ. ആ കപ്പളങ്ങ എല്ലാം പൊഴിഞ്ഞ് താഴെ പോവും. അപ്പോൾ ഇവിടെയുള്ളവർ കഴിച്ചോട്ടെ അല്ലേ, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഇത് മുറിച്ച് കട്ട് ചെയ്യാൻ പോട്ടോ. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം എന്ത് സോഫ്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തൊക്കെ. നല്ല എന്താ പറയുക, ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് മുറിച്ച് ഇങ്ങനെ പൊളന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാനുള്ളൊരു കൊതിയായിരുന്നു. പിന്നെ അതിനുള്ളൊരു ആവേശത്തിന് പുറത്ത് ഞാൻ വേഗം ഒരു പീസ് ഞാനിത് കട്ട് ചെയ്തൊരു പീസ് കഴിക്കട്ടെ, ബാക്കി എന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വേഗം ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലിങ്ങനെ കപ്പളങ്ങയും മാങ്ങാപ്പഴവും പിന്നെ ചക്കപ്പഴവും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമാണല്ലേ. സത്യം പറഞ്ഞാൽ ഈ കപ്പളങ്ങ മുറിച്ച അന്നുണ്ടല്ലോ, ഞങ്ങൾ ആരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 കപ്പളങ്ങ മുറിച്ച് വെച്ചുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് ഇവിടെ ആരും ചോറ് തിന്നില്ല കേട്ടോ. എല്ലാവരും കപ്പളങ്ങാപ്പഴം മാത്രമാണ് കഴിച്ചത്. കാരണം ഇതാണ് നമ്മൾ ചോറൊക്കെ തിന്നുന്നതിൽ എത്രയോ നല്ലതാണ് ഇതൊക്കെ തിന്നുന്നത്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മധുരമായിരുന്നു കേട്ടോ. എനിക്ക് അത് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കപ്പളങ്ങയൊക്കെ ഇത്രയും മധുരം വയ്ക്കുമെന്ന്. കാരണം അത്രയും മധുരമാണ്. കപ്പളങ്ങയാണോ എന്നൊരു സംശയം തോന്നിപ്പോൾ. അതുപോലെ ടേസ്റ്റ് ആയിരുന്നു അതിന്. കാരണം നമ്മൾ അത്രയും പഴുത്തിട്ടാണല്ലോ പറിക്കുന്നത്. നമ്മളെ പറിച്ച് വെച്ച് പഴുപ്പിക്കുമ്പോൾ ഇത്രയും മധുരം കിട്ടില്ല. ശരിക്കും ആ കപ്പളത്തെ തന്നെ നിന്ന് പറിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപാര ടേസ്റ്റായിരുന്നു. അപ്പോൾ സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.